ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു അറബിക് ഡെസേർട്ടായിട്ടുള്ള കുനാഫ തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. കുനാഫ തയ്യാറാക്കാനായിട്ട് കുനാഫ ഡോ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതൊരു ബോട്ടിൽ 300 ഗ്രാംസ് വരുന്ന ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അല്ലാതെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോയും കിട്ടും കേട്ടോ. ആദ്യം കുറച്ചെടുത്തിട്ട് മുഴുവൻ എടുക്കുന്നില്ല, അതൊന്ന് പകുതി എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. നല്ല തിന്നായിട്ടുള്ള വെർമിസെല്ലിയാണിത്. അപ്പോൾ അങ്ങനെയുള്ളത് തന്നെ നോക്കി മേടിക്കണം. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൈ വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞു പോരുത്, നമുക്ക് കടിക്കാനൊക്കെ ആയിട്ട് കിട്ടണം. അപ്പോൾ ആ ഒരു പാകത്തിന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക, ഒതുക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കുക. ഇനി 1 ടേബിൾ സ്പൂണ് മൈദയും കൂടി എടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. കോൺഫ്ലോറും മൈദയും നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കുക. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂണ് പാലൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഡയറക്റ്റായിട്ട് നമ്മൾ പാലിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പാൽ ആദ്യം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുന്നത്. ഇനി ഇത് പാലിലേക്ക് ഒഴിച്ചാലും പ്രശ്നമൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനായിട്ട് ആദ്യം കുറച്ച് പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. തണുപ്പുള്ള പാലാണെങ്കിലും റൂം ടെമ്പറേച്ചറിലായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ തിളപ്പിച്ചെടുക്കാനുള്ളതാണ്. ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മൾ ഈ കുനാഫയിൽ ഷുഗർ സിറപ്പും ഒഴിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് മധുരം മതി. 1 ടീസ്പൂണ് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. അപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വന്നപ്പം നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും മൈദ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട പിടിച്ച് ഇളക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയാവും. നമുക്ക് ഒരു കുഴമ്പ് പരുവത്തിലാണ് കിട്ടേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അതിൽ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കുക. ഇനി ചെയ്യാനുള്ളത് ഇതിലേക്ക് ക്രീം ചീസ് ആഡ് ചെയ്യാനാണ്. അപ്പോൾ ക്രീം ചീസ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം, നമുക്ക് ആ ഫ്ലേവർ എത്രത്തോളം ഇഷ്ടം വരുമോ അതനുസരിച്ചിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 100 ഗ്രാംസിലും കൂടുതൽ ക്രീം ചീസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ക്രീം ചീസൊക്കെ ഒന്ന് മെൽറ്റായി വരണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണിത്. കുനാഫ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, അല്ല ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. കണ്ട ഈ കൺസിസ്റ്റൻസി മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കുനാഫ ഡോ എടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടർ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂണ് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ട് അതുകൊണ്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത്. ഇനി കുഴയ്ക്കുമ്പോൾ ഈ ഡോനെ വല്ലാതെ പൊടിച്ചെടുക്കരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ബട്ടർ എല്ലായിടത്തേക്കും മിക്സ് ആവുന്ന പോലെ കുഴച്ചാൽ മാത്രം മതി. ഞാൻ 7 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ബട്ടർ പുരട്ടി കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ തന്നെ സൈഡിലും അടിയിലൊക്കെ വെച്ചേക്കാണ്. ഇനി നമ്മൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള കുനാഫ ഡോ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഒരു ലെയറായിട്ട് പരത്തിയെടുക്കണം.
അപ്പം ഏറ്റവും ബേസിലത്തെ ലെയർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇത് ബേക്കായി വരുമ്പോൾ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് നല്ല കട്ടിയിൽ പരത്തിയിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ മുകളിൽ ഇനി ഇതിൻ്റെ മുകളിലാണ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒഴിക്കാൻ പോണത്. അപ്പോൾ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫില്ലിങ്ങൊക്കെ അടിയിലേക്ക് ഒലിച്ചിറങ്ങിയിട്ട് അവിടെ കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ അമർത്തിയിട്ട് വേണം അടിഭാഗത്തെ ലെയറൊന്ന് തയ്യാറാക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, അടിഭാഗത്തെ ലെയർ നല്ല ഫ്ലാറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ സൈഡിലേക്ക് അധികം ആവാതെ വേണം ഈ ഫില്ലിങ് ആക്കാനായിട്ട്. ജസ്റ്റ് സെൻറ്ററിൽ ആക്കിയിട്ട് വേണം ചെയ്യാൻ. സൈഡ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതും കരിഞ്ഞു പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. ഈ ചീസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ. ഈ ഫില്ലിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ഈ ചീസും എല്ലാം കൂടിയിട്ടാവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ലെയർ സെറ്റ് ചെയ്യണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ കുനാഫ ഡോ എടുത്തിട്ട് ആദ്യം തന്നെ ഈ സൈഡ്സിലൊക്കെ ആക്കി കൊടുക്കണം. സൈഡ് നന്നായിട്ട് തിക്കാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. അല്ലെങ്കിൽ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആകെ സൈഡിലേക്കൊക്കെ ഈ ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിങ്ങൊക്കെ സൈഡിലേക്ക് പോയിട്ട് അത് ശരിയായി കിട്ടില്ല. അപ്പോൾ ആദ്യം എല്ലാ സൈഡിനും നന്നായിട്ടൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഡോ തീർന്നു പോയപ്പോൾ ഞാൻ കുറച്ചും കൂടിയും എടുത്തിട്ട് ബട്ടർ മിക്സ് ചെയ്തിട്ട് ആണ് മുകളിൽ പിന്നെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ല ഫ്ലാറ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം. ബേക്ക് ചെയ്യുമ്പോൾ അതാണ് കാണാനായിട്ട് കൂടുതൽ ഭംഗി ഉണ്ടാവുക. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ ഒരു 30 to 35 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 35 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എന്തായി നോക്കുകയാണ്. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ മാറി നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് സൈഡ്സിലുള്ള ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്യാം. ഇനി ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒരു ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിലേക്ക് 3/4 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് ഷുഗർ ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ തിളച്ച് വന്നപ്പോൾ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അധികം വേണ്ട, കുറച്ച് മതി. അപ്പം അതും കൂടി പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ അത് ഓഫ് ആക്കി ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ ഷുഗർ സിറപ്പ് കുനാഫയുടെ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കാം. സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ആ പീസിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടും കഴിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിലും നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ബട്ടറിൻ്റെയും അതുപോലെ ഈ ഷുഗർ സിറപ്പിൻ്റെ, ക്രീം ചീസിൻ്റെ, മോസറല്ല ചീസിൻ്റെ, അങ്ങനെ എല്ലാ ഫ്ലേവറും കൂടി ഒന്നിച്ച് നല്ല അടിപൊളി ഒരു ഡെസേർട്ടാണിത്. അപ്പോൾ ഞാനതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് പിസ്താഷ്യോ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു പാനിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫ്രണ്ട്സ്.